ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് നമ്പർ 8, ഇ കൊമേഴ്സ് ആൻഡ് ഇ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറയുന്നതാണ് കൊമേഴ്സ് എന്ന്. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് മീഡിയയിലൂടെ ഓർ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ സാധനങ്ങൾ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ വിൽക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എന്താ? ഇ കൊമേഴ്സ് ഇസ് എ ഷെയറിംഗ് ബിസിനസ് ഇൻഫോർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബൈ മീൻസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ബിസിനസ് ആണെങ്കിലും അത് സെൽ ചെയ്യാനോ അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇ കൊമേഴ്സ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എന്തെന്നാണ് ഇ കൊമേഴ്സിൻ്റെ എന്ന് പറഞ്ഞത് ആമസോൺ എന്ന് പറഞ്ഞത്. നമ്മൾ സാധനങ്ങൾ അതിലൂടെ മേടിക്കുന്നുണ്ട്, പല പ്രോഡക്റ്റ്സ് അതിലൂടെ വിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നാൽ നമുക്ക് ആ സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞത് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. നമ്മുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് 3 പേർക്കാണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്. ഒന്ന്, ബെനിഫിറ്റ് ടു ഓർഗനൈസേഷനും ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സും ബെനിഫിറ്റ് ടു സൊസൈറ്റിക്കുമാണ് എന്തെന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് എന്നാണ് ഇ കൊമേഴ്സിനെ പറ്റിയിട്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം എന്തായിരിക്കും ഇ കൊമേഴ്സിനെ കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ എന്ന് പറഞ്ഞത്? വേണമെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്ലേസ്, മാസ് കസ്റ്റമൈസേഷൻ, എനി ടൈം ബിസിനസ്, സ്കോപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ പറ്റും. അതാണ് ഇൻ്റർനാഷണൽ. മാസ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേൾഡ് വെറൈറ്റി കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് കിട്ടും. പിന്നെ എന്താ? എനി ടൈം ബിസിനസ് ആണ്, 24 hours ആണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ബെനിഫിറ്റ് ടു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കസ്റ്റമേഴ്സ് നമ്മൾക്ക് എന്താണ് അതിൻ്റെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താ? വൈഡ് ചോയ്സ് ആണ് അല്ലേ? ഒരു ആമസോൺ എടുത്തു വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ലേഡീസിന് വേണ്ട ക്ലോത്ത്സ് ഉണ്ടാവും, മെൻസിന് വേണ്ട ഡ്രസ്സ് ഉണ്ടാവും, ഇനി അതല്ല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, എന്ത് വേണമെങ്കിലും, അതായത് വൈഡ് ചോയ്സ് ആണ്. പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും കുറച്ചും കൂടി വില കുറഞ്ഞിട്ടാണ് എന്തെന്ന് കിട്ടുക, നമുക്ക് നെറ്റിലൂടെ കിട്ടുക. പിന്നെ എന്താണ്? കൺവീനിയൻസ് ഓഫ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പാതിരാത്രിയാണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഏത് സാധനങ്ങളും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും. അതാണ് കൺവീനിയൻസ് ഓഫ്. ഇനി സൊസൈറ്റിക്കുള്ള ഗുണം എന്താണ്? സൊസൈറ്റിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ലോ പ്രൈസ് ഉണ്ട്, റേസസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എനേബിൾ ഫ്ലെക്സിബിൾ വർക്കിംഗ് പ്രാക്ടീസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്കും ഉണ്ട് ഗുണങ്ങൾ. എങ്ങനെയാണ്? നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതാണല്ലോ സൊസൈറ്റിയിൽ വേണ്ടത്. നമുക്ക് ഫോൺ ഷോപ്പിൽ നിന്ന് ഒരു ഫോൺ മേടിക്കുമ്പോൾ നല്ല റേറ്റിൽ മേടിക്കണം. നേരെ മറിച്ച് ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റിനെ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ലോ പ്രൈസ് വെൻ വി കമ്പയർ ടു അതർ ഷോപ്പിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ കിട്ടും. പിന്നെ നമ്മളൊരു ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്, ഒരു ഇ കൊമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അതേ ഇപ്പോൾ അഡ്വാൻറ്റേജസിൻ്റെ ഒപ്പം തന്നെ എന്താ ഉണ്ടാവുക? ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രോബ്ലം തന്നെയാണ്. ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സേഫ്റ്റി പ്രോബ്ലം എന്ന് പറഞ്ഞത്? എന്താ ഹാക്കിംഗ് ഒക്കെ അല്ലേ? നമ്മൾ ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്, ന്യൂസ് പേപ്പറിലൊക്കെ കേട്ട് വരുന്നുണ്ട്, നമ്മുടെ ATM കാർഡിൽ നിന്ന് പിന്നെ മിസ്സായിട്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആവണതും അക്കൗണ്ടിൽ നിന്ന് പൈസ പോരുന്നതും പൈസ ഇല്ലാണ്ടാവണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ സേഫ്റ്റി പ്രോബ്ലംസ് ഒരുപാടുണ്ട്. നമുക്കൊരു വിശ്വസിച്ച് ഒരു പിന്നടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. അതുപോലെ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ അറിയാം അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച്
വെച്ചാൽ ഒരു കേരളത്തിൽ താമസിക്കുന്ന ആൾക്ക് ഒരു ചൈനീസ് ഭാഷ എന്തായാലും അറിയില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചറിൻ്റെ ഡിഫറൻസ് വളരെയധികം ഉണ്ടാവും. പിന്നെ ഇനബിലിറ്റി, എല്ലാവർക്കും അറിയാം, ഇനബിലിറ്റി ടു ഫിസിക്കൽ എക്സാമിൻ ഓഫ് ഗുഡ്സ് അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോയിട്ട് നമുക്ക് അതോടെ പോയിട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ആ കാണുക മാത്രമാണ് എന്തെന്ന് പറയുന്നത് പറ്റുള്ളൂ സാധനങ്ങൾ മേടിക്കാൻ. പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഗുഡ്സ് അല്ലേ. എല്ലാ ഗുഡ്സിനും ഇ കൊമേഴ്സ് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സിനെ പറ്റിയിട്ടാണ്. അത് 2 രീതിയിലുള്ള ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ആണ് സ്റ്റൈൽസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസും പിന്നെ ഉള്ളത് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബിസിനസ് പാർട്ട്നേഴ്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ആണ് സ്റ്റൈൽസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ബ്രോക്കറേജ് മോഡലുണ്ട്, അഡ്വർടൈസിങ് മോഡലുണ്ട്, അതേപോലെ തന്നെ ഇൻഫോർമേഡിയറി മോഡലുണ്ട്, മെർച്ചൻ്റ് മോഡലുണ്ട്, സബ്സ്ക്രിപ്ഷൻ മോഡലുണ്ട്, അഫിലിയേറ്റഡ് മോഡലുണ്ട്, കമ്മ്യൂണിറ്റി മോഡൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൈൽസ് ഉണ്ട്. അതിൽ ബ്രോക്കറേജ് മോഡൽ എന്നാണ് നമുക്കറിയാം. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മിഡിൽ മാനാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. സോ ബൈയിങ് ആൻഡ് സെല്ലിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിഡിൽ മാൻ എന്ന് പറയുന്നതാണ് ബ്രോക്കറേജ് മോഡൽ എന്നാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ വിൽക്കുമ്പോൾ വാങ്ങുന്നതും അതിന് ഒരു മിഡിൽ മാനായി നിന്ന് പ്രവർത്തിക്കുക, ആൾക്ക് വാങ്ങാനും വിൽക്കാനും ഒരു മിഡിൽ മാനായിട്ട് സഹായിക്കുന്നതിന് പറയുന്നതാണ് ബ്രോക്കറേജ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അഡ്വർടൈസ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ സർവീസസ് ചെയ്യാം. അതിലൂടെ ആ സർവീസ് ചെയ്യുന്നവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് പറയുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് മോഡൽ. നമ്മൾ എന്ന് വെച്ചാൽ ഫേസ്ബുക്കൊക്കെ തുറക്കുന്ന സമയത്ത് അതിൻ്റെ സൈറ്റിൽ ഓരോ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ വരണില്ലേ, അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫ്രീ കോസ്റ്റിൽ ഇങ്ങനെ ചെയ്തു തരാം, അല്ലെങ്കിൽ മൊബൈൽ സർവീസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ. അവർ ആ സൈഡിൽ വരുന്നതിനെ പറയണതാണ് എന്താണ് അഡ്വർടൈസ്മെൻറ്റ് മോഡൽ എന്നൊക്കെ പറയണത്. അടുത്തത് ഇൻഫോർമേറ്ററി മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ്, മാർക്കറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയണത്, അത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെന്നാണ് ഇൻഫോർമേഷൻ മീഡിയറി മോഡൽ ചെയ്യുന്നത്. അടുത്തത് എന്തെന്നാണ് മെർച്ചൻ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ. മെർച്ചൻ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, സെയിൽ ചെയ്യുക അല്ലെങ്കിൽ മെർച്ചൻ്റ് ട്രേഡിങ് നടത്തുന്നതിനെ പറയുന്നതാണല്ലോ മെർച്ചൻ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ മോഡൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഇ ടെയിലറുണ്ട്, ബ്രിക്സ് ആൻഡ് ക്ലിക്സ് ഫേംസ് ഉണ്ട്. പിന്നെ ഇ ടെയിലർ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എ റീറ്റെയിലർ മെർച്ചൻ്റ് ഹു ഓപ്പറേറ്റ് ഓവർ ദ വെബ് ഈസ് നോൺ ആസ് ഇ ടെയിലർ. ആൻഡ് ട്രഡീഷണൽ രീതിയിലും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് രീതിയിലും ബിസിനസ് കൊണ്ട് നടക്കുന്നതിനെ പറയുന്നതാണ് ബ്രിക്സ് ആൻഡ് ക്ലിക്സ് ഫേം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സ്റ്റൈൽസ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് B2B, B2C, C2B, C2Z, B2G, B2E എന്ന് പറയുന്നത്. ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്, അതായത് എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ബിസിനസ്സാണ്. എനിക്ക് കാറുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ എൻ്റെ കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നതെന്ന് പറയുന്നതാണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പം ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ സാധനങ്ങൾ കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ടു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ വല്ല നോവലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതിനെ പറയുന്നതാണ് കൺസ്യൂമേഴ്സ് ടു ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ പുതിയ റീസെൻറ്റ് മോഡലാണ്. കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഓൺലൈൻ ഓഷൻ തന്നെയാണ് അതിനെ പറയേണ്ടത്. എന്ന് വെച്ചാൽ eBay.com എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ
കൺസ്യൂമർ ടു സെൽ ഈച്ച് അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓൺലൈൻ ബിസിനസ്സിന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ടു അവരുടെ ആവശ്യങ്ങളും നീഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ട്രേഡ് ചെയ്യുന്നതിനെ പറഞ്ഞതാണ് കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് എന്ന്. ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ business that refers business selling products, service or information to government or government agencies. With business government in mainly the public sectors companies ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ബിസിനസ് ടു ഗവൺമെൻറ് ചെയ്യുന്നത്. അടുത്ത ബിസിനസ് ടു എംപ്ലോയീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ rather than consumer or other business to employees after grew out ongoing shortage of information technology workers. It encompasses everything to that business do attract and retain well qualified in competitive market. Agreed recruiting tax benefit, education opportunity, flexible hours, bonus and employee empowerment strategy. Most efficiently B2E frequent is B2E protocol. അതായത് നമ്മൾ ബിസിനസ് ടു എംപ്ലോയീസ് ആ കമ്പനിയിട്ട് അവരായിട്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റ് വേടിപ്പിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അവർ തന്നെ ആ ഇൻഷുറൻസ് കമ്പനിയിൽ എന്താ പറയുക ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ അവിടെ ആ ഇൻഷുറൻസിലൊക്കെ ചേരുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമുക്ക് കുറേ സ്ട്രാറ്റജീസ്. ഇ കൊമേഴ്സ് മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇ കൊമേഴ്സ് ഇതിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസ് എന്താണെന്ന് പറഞ്ഞാൽ എന്താ സ്ട്രാറ്റജീസ് എന്ന് എല്ലാവർക്കും അറിയാമല്ലേ, തന്ത്രങ്ങളാണ്. അപ്പോൾ ഇ കൊമേഴ്സ് മാർക്കറ്റിങ്ങിന് സ്ട്രാറ്റജീസ് ഉണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പെനിട്രേഷൻ, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ. 4 എണ്ണമാണ് എന്തെന്നാണ് മാർക്കറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. മാർക്കറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് വൺ ആണ് മാർക്കറ്റ് പെനിട്രേഷൻ. എന്തായിരിക്കും മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആർക്കെങ്കിലും അറിയും? അതായത് the strategy involves using digital channel to sell more existing product into existing markets. ഡിജിറ്റൽ ചാനലിലൂടെ എന്താ ഡിജിറ്റൽ ചാനൽ എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ ചാനൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബുകൾ. അതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്യുക. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ കൂടുതലും അതിന് സെല്ല് ചെയ്യുന്നതിനെ പറയുന്നതാണ് മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ. കൂടുതലും എങ്ങനെയാണ് ദ ഇൻ്റർനെറ്റ് ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ അച്ചീവിങ് സെയിൽസ് ഗ്രോത്ത് ഫോർ മെയിൻറ്റെയിനിങ് സെയിൽസ് ബൈ മാർക്കറ്റ് പെനിട്രേഷൻ. മാർക്കറ്റ് പെനിട്രേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ത്രൂ മീഡിയ, അതായത് ഈ യൂട്യൂബോ ഫേസ്ബുക്കോ വാട്സപ്പ് അതിലൊക്കെ കൂടിയിട്ട് ആ പ്രൊഡക്റ്റിനെ കൂടുതലും മാർക്കറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് online channels are used to sell into new market, taking advantage of low cost of advertising internationally without the necessity for supporting sales infrastructure in customers' country. Existing product can also sold new market segment or different types of customer. എങ്ങനെയാ മാർക്കറ്റ് ഡെവലപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? ത്രൂ ഓൺലൈനിലൂടെ നമുക്ക് സാധനങ്ങൾ വിറ്റും എടുക്കാം. അത് എവിടെ വേണമെങ്കിലും ഇരിക്കുന്ന ആൾക്കാർക്കും എന്താണെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വിൽക്കാനും പറ്റും. അതോടെ എന്താ ഉണ്ടാവുക? മാർക്കറ്റിന് വളരെയധികം ഡെവലപ്മെൻ്റ് അല്ല ഉണ്ടാവുക. ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനും എപ്പോൾ വേണമെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. അടുത്ത പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? The web can use it to add value or extend existing product for many company. For example, it can potentially provide a car performance service information in website. Product development എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു പുതിയൊരു കാർ ലോഞ്ച് ചെയ്താൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചറൊക്കെ ഇടാം. അപ്പോൾ അതിലൂടെ എന്താ ഉണ്ടാവണത്? ഇപ്പോൾ മാർക്കറ്റിൽ എന്താ ഉണ്ടാവണത്? ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും അതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കിട്ടുകയാണ്. അതിലൂടെ എന്താണ് നമുക്ക് പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഡൈവേഴ്സിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. എന്താ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം, എല്ലാവർക്കും അറിയില്ലേ? വേർതിരിച്ചും പോവാം. അതിന് പറയുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ രീതിയിൽ മാത്രം മാർക്കറ്റ് ഇന്റർനെറ്റ് അലോൺ cannot facilitate the high risk business strategy, but it can facilitate them lower cost than have previously been possible. The options include diversification into related business, unrelated business, upstream integration with supplier, downstream integration with intermediaries.
ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പറ്റില്ല, പല രീതിയിലേക്കും ഡൈവേർട്ടായിട്ട് പോകണം. അതാണ് വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നിങ്ങൾക്ക് അറിയണതാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പെൻട്രേഷനും ഉണ്ട്, പ്രൈസ് ലീഡർഷിപ്പും ഉണ്ട്, പ്രൊമോഷണൽ പ്രൈസിംഗ് ഉണ്ട്. പെൻട്രേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞത് നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹൈ കോസ്റ്റ് എന്ത് വന്നാലും മേടിക്കാൻ പറ്റില്ല ആ പ്രോഡക്റ്റിൽ നിന്ന്. അപ്പോൾ കുറഞ്ഞ രീതിയിലാണ് നമുക്ക് പ്രൈസ് മേടിക്കാൻ പറ്റുള്ളൂ. സോ അതിന് ഒരുവിധം ഹെൽപ്പ് ചെയ്യണത് ഇൻ്റർനെറ്റിലൂടെയാണ് എന്നാണ് പറയുന്നത്. The strategy obtained by online providing internets have benefited into building a brand and gaining competitive market strategies എന്നാണ്. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മുമ്പ് പ്രൈസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ലോ പ്രൈസ് ഉണ്ടെങ്കിൽ പ്രൈസ് ആയിരുന്നു ലീഡർഷിപ്പ് ചെയ്തിരുന്നത്. പ്രൈസിനേക്കാൾ കൂടുതൽ ലീഡർഷിപ്പ് ചെയ്യുന്നത് വേറെ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ദിസ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഓൺ ഇന്റർനെറ്റ് ബട്ട് ഡ്യൂ കോമ്പറ്റീഷൻ സ്ട്രാറ്റജി നോട്ട് വൈഡ്ലി യൂസ്ഡ്. മുമ്പൊക്കെ പ്രൈസ് ആയിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പം അതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പ്രൊമോഷണൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദിസ് ടു എൻകറേജ് എ ഫസ്റ്റ് പർച്ചേസ്, ടു എൻകറേജ് ദ റിപ്പീറ്റ് ബിസിനസ് ആൻഡ് ക്ലോസ് എ സെയിൽ. അതായത് പ്രൊമോഷണൽ പ്രൈസിങ്ങിലൂടെ, അതായത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഇത്ര രൂപയ്ക്ക് നമുക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് പറയില്ലേ. ഇപ്പോൾ നെറ്റിലൂടെ ഇപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോണിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഷൂവിനൊക്കെ വളരെ കോസ്റ്റ് കുറച്ചിട്ട് തരും, അല്ലെങ്കിൽ ഇത്ര ഓഫർ ഉണ്ട് എന്നൊക്കെ പറയില്ലേ. അതിന് പറയുന്നതാണ് പ്രൊമോഷണൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞത്. അതായത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യാനും, അല്ലെങ്കിൽ വീണ്ടും ആ സാധനം പർച്ചേസ് ചെയ്യാനും, അല്ലെങ്കിൽ ആ സെയിൽ ക്ലോസ് ചെയ്യാനും എല്ലാം കൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് പറയുന്നതാണ് പ്രൊമോഷണൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്താണ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സൈറ്റ് പ്രൊമോഷണൽ compared to site creation and maintenance, investment in online promotional techniques in comparison to offline promotion, investment in different online promotional techniques. ഇതൊക്കെയാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ. പ്രൊമോഷൻ മീൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്വർടൈസ്മെൻറ്റിലെ സ്ട്രാറ്റജിയാണ്. അത് ഓരോ സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര മെയിൻറ്റെയിൻ ചെയ്യണം, ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട്. ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്കും കമ്പാരിസൺ ടു ഓഫ്ലൈൻ പ്രൊമോഷനും ഉണ്ട്. പിന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനൊക്കെയാണ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയണതാണ് ഇ മാർക്കറ്റിംഗ്. ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് മാർക്കറ്റിങ്ങിനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ, അതായത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ടി വിയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. It's also part of e-commerce. It's also termed as internet marketing or online marketing എന്ന് പറയും ഈ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ കുറേ മെനി കമ്പനീസ് ബിസിനസ് ട്രഡീഷണൽ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നതിനെ പറയുന്നതാണ് ബ്രിക്സ് ആൻഡ് മോർട്ടർ ഫേംസ് എന്ന് പറയുന്നത്. ഇനി ഓൺലൈനിൽ മാത്രമാണ് ബിസിനസ് നടത്തുന്നതിനെ പറയുന്നതാണ് ക്ലിക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞത്. ഇനി ട്രഡീഷണൽ രീതിയിലും അതേപോലെ ഇൻ്റർനെറ്റ് രീതിയിലും ബിസിനസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ബ്രിക്സ് ആൻഡ് ക്ലിക്ക് ഫേംസ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് M-commerce, mobile commerce എന്ന് പറഞ്ഞാൽ അതെന്താ പറയുക, any transaction involving the transfer of ownership or right to use goods and service which is initiated and or completed by using mobile access to the computer mediated network with the help of any electronic devices. അതായത് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യണത് എന്താ പറയുക, ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആയാലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ എല്ലാത്തിനും എന്താണ് ഇന്ന് മൊബൈൽ കൊമേഴ്സാണ്. കാരണം നമുക്കത് എന്താ പറയുക എവിടേക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈഡ്ലി എല്ലാവരും യൂസ് ചെയ്യണത് എന്താണ് M-commerce കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അതിൽ M-commerce എന്ന് പറഞ്ഞാൽ അത് ഇസ് എ എബിലിറ്റി കണ്ടക്ട് കൊമേഴ്സ് സച്ച് ആസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് യൂസിങ് മൊബൈൽ ഡിവൈസസ്. ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്യുക, ബൈ ചെയ്യുക, അല്ലെങ്കിൽ സെല് ചെയ്യുക ഗുഡ്സ് സൈസ് ഓൺ ത്രൂ മൊബൈലിലൂടെ ചെയ്യുന്നതിനെ പറയുന്നതാണ് M-commerce എന്ന് പറയുന്നത്. M-commerce എന്ന് പറയുന്നത് വേണമെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്, ബിൽ പേയ്മെൻറ്റ്, ഇൻഫർമേഷൻ ഡെലിവറി, ഇതൊക്കെ ഇതിനെല്ലാം കൂടിയാണ് M-commerce എന്ന് പറയുന്നത്. M-commerceന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ്
മൊബൈൽ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയണതാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സിലായാലോ ട്രെയിനായാലും എയർ ടിക്കറ്റോ എല്ലാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എം-കൊമേഴ്സിലൂടെ പറ്റും. അതായത് മൊബൈലിലൂടെ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ബസ്സിലാണ് പോകണമെങ്കിൽ നമ്മൾ റെഡ് ബസ് എന്നൊക്കെ കേട്ടിട്ടില്ല, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിലുണ്ടാവും നമുക്ക് എത്രയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ലൊക്കേഷനിൽ ലോഞ്ച് ചെയ്യുക ബസ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനാണ് എന്തെന്ന് പറയുന്നത് മൊബൈൽ ടിക്കറ്റിംഗ്. നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും മൊബൈൽ ടിക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ലൊക്കേഷൻ ബേസ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഊബർ. യൂബർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് നിൽക്കണേ അവിടേക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ വരും അല്ലേ. യൂബർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കറക്റ്റായിട്ട് അയച്ചു കൊടുത്താൽ അവർ ആ കറക്റ്റ് സ്പോട്ടിൽ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. അടുത്തത് മൊബൈൽ ബാങ്കിങ്ങാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ബാങ്കിങ്ങിലൂടെയാണ്. അതായത് ഇപ്പോൾ സാധനം എന്താ പറയുക, ഇപ്പോൾ മൊബൈലിൽ നമ്മൾ എത്ര കറൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാനും, അല്ലെങ്കിൽ എന്തൊക്കെ ബാങ്കിങ്ങിൻ്റെ സ്കീംസ് എല്ലാം അറിയണത് മൊബൈൽ ബാങ്കിങ്ങിലും കൂടിയാണ്. മൊബൈൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? മൊബൈൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ മൊബൈലിലൂടെ സാധനങ്ങൾ മേടിക്കുന്നതിനെ പറയണതാണ് മൊബൈൽ പർച്ചേസ്. ഇപ്പോൾ ആമസോൺ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആമസോണിൽ നമുക്ക് എന്താ ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇൻഫോർമേഷൻ സർവീസസ് എന്ന് പറഞ്ഞത്. ഇൻഫോർമേഷൻ സർവീസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ നെറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഇപ്പോൾ ഹാൾ ടിക്കറ്റൊക്കെ വന്നെന്നുള്ള ഇൻഫർമേഷൻ അതിൽ മെസ്സേജ് ആയിട്ട് വരും. നമ്മൾ നമ്പർ കൊടുത്താൽ അതിൽ മെസ്സേജ് ആയിട്ട് വരും. ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ന്യൂസ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ന്യൂസിൻ്റെ കാര്യങ്ങളാണ്. എത്ര പേർക്ക് കോവിഡ് സംഭവിച്ചു എന്നൊക്കെ അറിയണമായിരുന്നു. അത് നമ്മൾ ന്യൂസിൻ്റെ കാര്യം ഡൗൺലോഡ് ചെയ്യാൻ ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതാണ് ഇൻഫോർമേഷൻ സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൊബൈൽ പർച്ചേസ് ഉണ്ടായിരുന്നു. മൊബൈൽ ബാങ്കിങ് ഇപ്പോൾ എല്ലായിടത്തും ഏറ്റവും കൂടുതലും എന്താ പറയുക കാണുന്നത് മൊബൈൽ ബാങ്കിങ് ആണ്. നമുക്ക് മൊബൈലിൽ ഇത്ര ഒരു ATM കൗണ്ടറിൽ പോയി നമ്മൾ പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മെസ്സേജ് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ മൊബൈലിലേക്ക് വരും എത്ര രൂപ പോയിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എല്ലാ ബാങ്കിങ്ങിനെ പറ്റിയ എല്ലാ ഇൻഫോർമേഷൻസിനെ പറയുന്നതാണ് മൊബൈൽ ബാങ്കിങ്ങിന്. ഇതൊക്കെയാണ് എന്തെന്നാണ് എം-കൊമേഴ്സിൽ ആപ്ലിക്കേഷൻസ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് എന്തെന്ന് വെച്ചാൽ പേയ്മെൻറ്റ്. അതായത് ഇലക്ട്രോണിക് പേയ്മെൻ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. എന്താ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? പേയ്മെൻറ്റ് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. E-payment is defined as any payment to a business by individual customer or business house which is executed through an telecommunication or electronic network. ബിസിനസ്സിന് വേണ്ടി എനി രീതിയിൽ ഒരു പേഴ്സണോ അല്ലെങ്കിൽ കമ്പനിയോ എല്ലാവരും പേ ചെയ്യുന്നത് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പിലൂടെ, ഇലക്ട്രോണിക് നെറ്റ്വർക്കിലൂടെ ഹെൽപ്പിലൂടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതിനെ പറയുന്നതാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇലക്ട്രോണിക് പേയ്മെൻറ്റിൻ്റെ എന്താണ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്കത് പറയാം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്നാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ട്. ഇതാണ് ആദ്യത്താണ് EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്താണ് EFT എന്ന് പറയുന്നത്? That means the money transfer between two financial institutions take place electronically. It involves an instant transfer of money from one account to another. This type of transaction can be processed through network called automated clearing house. That means ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് എന്താ പറയുക പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ EFT എന്ന് പറയുന്നത്. അടുത്തതാണ് പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ ഫോൺസ്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ Paytm, നിങ്ങൾക്ക് അറിയണതാണ്. അതേപോലെ വേറെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഫോൺപേ. ഇത് ഫോണിലൂടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ ഫോൺസ് എന്ന് പറഞ്ഞത്. അത് വേണമെങ്കിൽ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല ട്രെയിനോ ബസ്സോ എന്ത്
ബുക്ക് ചെയ്യാനോ വേണ്ട, നമുക്ക് ഒരു ബുക്ക് ആമസോണിൽ ബുക്ക് ചെയ്യാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇതിനെ പറയുന്നതാണ് പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ ഫോൺ എന്നാണ്. അടുത്തതാണ് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോക്കൺ എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമ്മൾക്ക് ടോക്കൺ ആണെങ്കിൽ ഒരു ടിക്കറ്റ് ഒരു ടോക്കൺ തരില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അവരൊക്കെ കൂടിയിട്ട് നമുക്കൊരു ടിക്കറ്റ് തരും. ടിക്കറ്റ് എന്നല്ല, ഒരു കാർഡ് തരും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ്. അങ്ങനത്തെ ഒരു കാർഡിനെ പറയുന്നതാണ് എന്തെന്നാണ് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത്. It's a electronic token are provided by bank or financial institution. The token represents specific value and stored users computer. This token with specific denominations and stored in computer often referred to electronic cashes. This two type ഉണ്ട്, പ്രീപെയ്ഡ് ടോക്കൺസ് ഉണ്ട്, പോസ്റ്റ് പെയ്ഡ് ഉണ്ട്. പ്രീപെയ്ഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പേഴ്സ്, ഇ ക്യാഷ് എന്നാണ്. പോസ്റ്റ് പെയ്ഡ് ടോക്കൺ എന്ന് പറയുന്നത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇ ചെക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 3 ടൈപ്സ് നമുക്ക് മനസ്സിലായില്ലേ. EFT, പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ ഫോണും ടോക്കൺ എന്നാണ് നമ്മുടെ എപ്പോഴും മെയിനായിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന ഇതാണ് പറയുന്നതാണ് ഇലക്ട്രോണിക് ടോക്കൺ ബേസ്ഡ് പേയ്മെൻറ്റ് എന്നാണ്. നെക്സ്റ്റ് ഈസ് ഇ പേയ്മെൻറ്റ് മീഡിയ. എല്ലാവർക്കും അറിയുന്നതാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, ഇലക്ട്രോണിക് ചെക്ക് ആൻഡ് ഇലക്ട്രോണിക് ക്യാഷ് ആൻഡ് വാലറ്റ് ഓർ ഡിജിറ്റൽ വാലറ്റ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ സ്മാർട്ട് കാർഡിനെ പറ്റിയിട്ടൊന്നും ഇപ്പോഴത്തെ ആൾക്കാരോട് പറയുകയും വേണ്ട, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ക്രെഡിറ്റ് കാർഡ്. നമുക്ക് ഇത്ര എമൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ പോലും ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ. ഒരു മന്തിനുള്ള അതൊക്കെ ബാങ്ക് പറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ ബാലൻസ് 0 ബാലൻസ് ആണെങ്കിൽ പോലും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ പറയുന്നതാണ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ATM കാർഡാണ്. എനി ടൈം നമുക്ക് എവിടെ പോയാലും എവിടെ സ്ഥലത്ത് ATM കൗണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്താ പറയുക കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്തിട്ട് പൈസ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞത്. സ്മാർട്ട് കാർഡ്സും ഇതേപോലത്തെ ഒരു കാര്യമാണ്. ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി എന്ന് പറഞ്ഞത് നമ്മൾ ചെക്ക് സൈൻ ചെയ്തിട്ട് ഡയറക്റ്റായി കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റിലെ ബിസിനസ് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ പറ്റുക അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ബിസിനസ് നടക്കുന്ന സമയത്ത് നമുക്ക് ട്രഡീഷണൽ വേയിൽ ചെക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെക്കാണ് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് അറിയാം. ഇലക്ട്രോണിക് ക്യാഷ് എന്ന് പറയുന്നത് ഇ ക്യാഷ് ആണ്, ന്യൂ കൺസെപ്റ്റാണ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ. ഇ ക്യാഷ് ഇസ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ഫോം ഓഫ് വാല്യൂ സ്റ്റോറേജ് ആൻഡ് വാല്യൂ exchange. It is settlement all type of e-commerce transactions like monetary value, storability, security, etc. ഈ ക്യാഷ് എന്ന് പറയുന്നത് ഇ വാലറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യണത്. അതായത് നമ്മൾ ഇ വാലറ്റ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പേഴ്സാണ്. അതുപോലെ നമ്മുടെ മണി കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്, അതായത് നമ്മുടെ കാർഡോ അല്ലെങ്കിൽ മെയിൻലി പറയുന്നത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യണത്, അതായത് ഫോണില്ലേ മൊബൈൽ ഫോണില്ലേ അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് ഇതാക്കാം. അതിനാണ് ഇ വാലറ്റ് എന്ന് പറഞ്ഞത്. ഇ വാലറ്റ് is used to store and carry electronic money or e-cash. The digital wallet being used to describe a mobile phone, especially smart than stored in individual. ഓരോ വ്യക്തികളിലെയും ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ പൈസയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് ഈ വാലറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയേണ്ട എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറിയ സമയത്ത് അതിൻ്റെ ഇടയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കുറേ പ്രോബ്ലംസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതാണ് എന്തെന്നുള്ളത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ഇ കൊമേഴ്സ്. നമ്മൾ കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇ കൊമേഴ്സിലുണ്ട്. അതായത് നമ്മൾക്ക് ഹാക്ക് ചെയ്യണതാണ് ഏറ്റവും വലിയത്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒക്കെ പേയ്മെൻറ്റിലൊക്കെ ഓൺലൈനായതുകൊണ്ട് നമ്മുടെ കാർഡിൻ്റെ പിൻ നമ്പർ ഹാക്ക് ചെയ്യാൻ പറ്റണു, അല്ലെങ്കിൽ വല്ല വൈറസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക നശിപ്പിക്കാൻ നോക്കണം, നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഒക്കെ കുറഞ്ഞു വരുന്നു. അതൊക്കെയാണ് എന്തെന്നാണ് ഈ കൊമേഴ്സിലെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി കോൺസെപ്റ്റ്സ്. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് കോൺഫിഡൻറ്റിറ്റി, ഇൻറ്റിഗ്രിറ്റി, അവൈലബിലിറ്റി, ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, ഓണർ ഓർ റെപ്യൂട്ടേഷൻ. അതായത്
ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കൺസെപ്റ്റ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയുടെ കൺസെപ്റ്റ്സ് ആണ്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് is an important attribute of many types of information. When information accessible only one authorized person, it can be confidential. When the information is read or copied by unauthorized person, it loses the confidentiality. നമ്മൾ ഒരു കാര്യത്തിനും എന്തിനും ഒരു രഹസ്യം വെക്കണം എന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ ATM കാർഡിൻ്റെ പിൻ നമ്പർ ആർക്കും അങ്ങനെ അധികം പറഞ്ഞു കൊടുക്കില്ലല്ലോ. അതെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരു രഹസ്യം. അതാണ് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മറ്റുള്ളവരോട് അത് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത് പറയുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മുടെ എന്താ ഉണ്ടാവുക, കോൺഫിഡൻഷ്യലിറ്റി, അത് രഹസ്യം മറ്റുള്ളവർക്ക് അറിഞ്ഞു എന്ന്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് എന്താണെന്നത് ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ character of information that enable it to be communicated with any authorized changes. When information is modified in unauthorized manner, it lose the integrity. എന്താ പറയുക, എല്ലാം യോജിച്ച് എല്ലാം എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് കൊണ്ടുപോകണേ. അതിനിടയിൽ എന്തെങ്കിലും കറപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്ട ഇൻറ്റിഗ്രിറ്റി കുറയാനാണ് ചാൻസ്. അവൈലബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ATM കാർഡ് അൽമാരിയിൽ എടുത്ത് വെക്കാം. അപ്പോൾ ചിലപ്പോൾ മറന്നിട്ട് വേറെ എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് ആ കാര്യം കിട്ടില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് എവിടെയാണോ എപ്പോഴാണോ വേണ്ട ആ കാര്യങ്ങൾ എപ്പോഴും അവൈലബിൾ പോലെ ഇരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്കത് വീണ്ടും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താണ് authorization എന്ന് പറഞ്ഞത് at deciding whether a particular user have right to read an information, do some activity. It ensures that an internet user can carry out only those activities which he should authorize it to perform. Authorization എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ATM കാർഡ് നമുക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓതറൈസ്ഡ്. മറ്റുള്ളവർക്ക് യൂസ് ചെയ്ത് അത് എന്താണ് അന്ന് ഓതറൈസ്ഡ്. അപ്പോൾ എന്ത് കാര്യത്തിനും എന്താണ് ഓതറൈസേഷൻ കാര്യങ്ങളും വേണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ത്രെഡ്സ് ആണ്. എന്താണ് അത്, ഇൻ്റർനെറ്റിനുണ്ടാവുന്ന ഭീഷണികളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറേ എണ്ണമുണ്ട്. ആഡ്വെയർ ഉണ്ട്, ട്രോജൻസ് ഉണ്ട്, വൈറസസ് ഉണ്ട്, വേംസ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഫാമിംഗ് ഉണ്ട്, ഹാക്കിംഗ് ഉണ്ട്, മൗസ് ട്രാപ്പിംഗ് ഉണ്ട്, ഇലക്ട്രോണിക് ചെയിൻ ലെറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്, ത്രെഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആഡ്വെയർ എന്ന് വെച്ചാൽ എന്താ, അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും ഓപ്പൺ ചെയ്തു വരുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് അറിയാണ്ട് നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെറ്റും സ്ലോ ആവും. ചിലപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും സ്ലോ ആവും. അങ്ങനത്തെ ഒരു ഒരു ത്രെറ്റിനെ പറയണതാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിനെ സ്ലോ ആക്കുന്നതിനെ പറയുന്നതാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസിങ് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് വഴിയാണ് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളത്. അടുത്തതാണ് ട്രോജൻസ്. അതെ, ട്രോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും നമ്മുടെ കമ്പ്യൂട്ടറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതുപോലെ നമ്മുടെ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ എന്താ പറയുക ഹാംഫുൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞത് ട്രോജൻസ് എന്ന് പറഞ്ഞത്. ഇതും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യണത് ഒന്നെങ്കിൽ ആൻറ്റിവൈറസ് പ്രോഗ്രാമിങ് അല്ലെങ്കിൽ ഫയർവാൾ യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് വൈറസസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറസ് എന്താണെന്ന് അല്ലേ. വൈറസ് എന്താണ്, നമ്മുടെ എല്ലാ ഇൻഫോർമേഷൻസും അത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാംഫുള്ളാക്കിയിട്ട് മാറ്റുന്ന ഒരു ത്രെഡാണ് എന്തെന്ന് പറഞ്ഞാൽ വൈറസസ് എന്ന് പറയുന്നത്. Email viruses is the latest type of computer virus. It distributed to a large number of people through email messages. ഇമെയിലൂടെ ഇമെയിലൂടെ നമുക്ക് വൈറസ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് ഇമെയിൽ വൈറസ് എന്നാണ്. ഇമെയിലൂടെ നമുക്ക് വൈറസ് കയറ്റാൻ പറ്റും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്തതാണ് വേംസ്, കുക്കീസ്. വേംസ് എന്ന് പറഞ്ഞത് computer having some security holes. They enter through some security holes and attempt to replicate from computer to computer. Computer can protect from the attack of virus and worms. Instead, antivirus software and referring as a email unknown sources. ഇതും ഒരു ടൈപ്പ് കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വേറൊരു ടൈമാണ് വേം എന്ന് പറഞ്ഞാൽ. വേം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു വേംസിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതേപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ് എന്തെന്ന്, അതേപോലത്തെ സ്വഭാവം തന്നെയാണ് വൂംസ് എന്ന് പറഞ്ഞത്. അതായത് ഒരു എൻ്റർ ത്രൂ വൺ സെക്യൂരിറ്റി ഹോൾ ആൻഡ് അറ്റംപ്റ്റ് ടു റീപ്ലിക്കേറ്റ് ഫ്രം കമ്പ്യൂട്ടർ ടു ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക്
വൈറസ് കയറ്റുന്നതിനെ പറയുന്നത് വൂംസ് എന്ന് പറഞ്ഞാൽ കുക്കീസ് വെബ്സൈറ്റിൽ ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ cookies file that on website to remember the details of visitor. When person visit a website, plays a file called cookies on computer. Using cookie website can remember details on the visitor. Do not harm the data on computer and so it is threat to the data. Cookies നമ്മുടെ ഡാറ്റാസിനെ ഒന്നും നശിപ്പിക്കൊന്നുമില്ല, പക്ഷെ എന്താ ചെയ്യുക, അത് മോഷ്ടിക്കുകയാണ് കൂടുതലും ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ ഡാറ്റാസ് എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് കുക്കീസ് ആണത്. ഫിഷിംഗ് എന്ന് പറഞ്ഞത് ഇതുപോലെ വെബ്സൈറ്റ്, അതായത് ഒന്നെങ്കിൽ ഇമെയിൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ ഉണ്ടാവുന്ന പേഴ്സണൽ ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യുന്നതിനെ പറയുന്നത് ഫിഷിംഗ്. ഹാക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ ഹാക്കിംഗ് എന്ന്. ഒരു പേഴ്സൺ മറ്റുള്ള ആളുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഹാക്ക് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഹാക്കിംഗ്. ഹാക്കേഴ്സ് ട്രൈ ടു സ്റ്റീൽ, ആൾട്ടർ ഓർ ഡിലീറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ഇൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്റ്റോളിങ് ഇൻഫർമേഷൻ യൂസ്ഡ് ഫോർ മേക്കിംഗ് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ യൂസിങ് ഡാമേജ് ടു ദ ഓണർ. ഒരു ഓണറിനെ ഡാമേജസ് മാക്സിമം വരുത്താൻ അതിനെ പറയുന്നതാണ് എന്താന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ടൂൾസ്. ഇതിനൊക്കെ എന്താ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറയുന്നതാണ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ടൂൾസ് എന്ന് പറയുന്നത്. ഒന്ന് ഫയർവാൾ എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ barrier which prevents the entry to harmful information and virus into the computer. ഒരു കമ്പ്യൂട്ടറിൽ വൈറസസ് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രോജൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറുന്ന സമയത്ത് അതിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഫയർവാൾ എന്ന് പറയുന്നത്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിന് പാസ്വേഡ് എനിക്കിട്ടാണ് ചിലപ്പോൾ കയറുക. അപ്പോൾ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് കോഡായിരിക്കും. അത് നമ്മളുടെ ഡാറ്റാസ് ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ. ആൻറ്റിവൈറസ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞത് should install in computer to protect attack of viruses. വൈറസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ പറയുന്നതാണ് ആൻറ്റിവൈറസ് പ്രോഗ്രാംസ്. ഒരുവിധം എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവും ആൻറ്റിവൈറസ് പ്രോഗ്രാംസ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്നെങ്കിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണത് ഇതിലൂടെയാണ്, ഒന്നെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിൽ അല്ലെങ്കിൽ സീരിയലൂടെ ആയിരിക്കും നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കോഡ് ഇപ്പം ഞാനൊരു മെസ്സേജ് മറ്റൊരാൾക്ക് പോവാണ്, സീക്രട്ടായിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യണേന് അതിനൊരു കോഡ് വെക്കണില്ലേ, അതിനെ പറയുന്നതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ തട്ടത്തിമരത്തിലൊക്കെ കാണിച്ചില്ലേ സ്റ്റെൻസിൽസ്, അതന്നെ ഒരു കോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കോഡുണ്ട്. അത് ആ ട്രാൻസ്ഫർ ചെയ്യാൻ അയാൾക്ക് അത് ഡീകോഡ് ചെയ്യാനുള്ള ഒരു അറിയുണ്ടാവും. അതിനെ പറയുന്നതാണ് എൻക്രിപ്ഷൻ. ബാക്കപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ബാക്കപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഇൻഫർമേഷൻ ബാക്കപ്പ് ചെയ്യാം. അതായത് വേണ്ട നമ്മളത് നോട്ടിൽ എന്തെങ്കിലും എഴുതി വയ്ക്കും. അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടെസ്റ്റിലോ നോട്ടിലൊക്കെ എല്ലാം എഴുതി വയ്ക്കും, പിന്നീട് അത് മറക്കും. അപ്പോൾ വീണ്ടും നമ്മൾ എക്സാം ആകുമ്പോൾ റീകളക്ട് ചെയ്യണതിന് പറയുന്ന ബാക്കപ്സ്. ഇതുപോലെ തന്നെ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും ബാക്കപ്പ് എടുക്കുക ഇൻഫർമേഷൻസ്. കാരണം ഒരു വട്ടം ലോസ് ആയാൽ പിന്നെ നമുക്ക് ബാക്കപ്പിലൂടെ നമുക്ക് തിരിച്ച് വീണ്ടും കിട്ടും ആ ഇൻഫർമേഷൻ. അതിനെ പറയുന്നതാണ് ബാക്കപ്പ്. ഡിജിറ്റൽ സിഗ്നേച്ചറാണ്, അതുപോലെ SSL. ഇതൊക്കെയാണ് നമ്മളുടെ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ടൂൾസ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൂൾസാണ് ഇതൊക്കെ ഫെമിലിയർ ആണ്. ഇതൊക്കെയാണ് ഇ കൊമേഴ്സും ഇ മാർക്കറ്റിങ്ങും തമ്മിലുള്ളത്. താങ്ക് യു.